ഹായ് എവരിവൺ, മോളീസ് ഡാൻസിംഗ് ഈഗിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് അതിനു മുൻപായിട്ട് ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ്. IQ അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണത്? ഇന്റലിജൻസ് ക്വോഷ്യന്റ്. കറക്റ്റ്. അപ്പോൾ EQ എന്താണ്? ഒരുപക്ഷെ അത്ര സുപരിചിതമല്ലാത്ത ഒരു വാക്ക് ആണോ? അല്ല അല്ലേ? എന്നാൽ എന്താണത്? ഇമോഷണൽ ക്വോഷ്യന്റ്. കറക്റ്റ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അയാളുടെ ജീവിത ശൈലികൾ, സാമൂഹിക പ്രതിബദ്ധത, ഇതിനെയൊക്കെ കണക്കിലെടുത്താൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ വ്യക്തിയുടെ ഇമോഷണൽ ക്വോഷ്യന്റ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പ്രതിസന്ധികളെ അതിജീവിക്കാനും, അതായത് പിന്മാറാതെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പ്രതികരിക്കുന്നതും അതിനോട് എങ്ങനെ അഭിമുഖീകരിക്കുന്നതിനുമുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്നുള്ളതിന് ആ ഒരളവ്. അതുപോലെ തന്നെ അതിൽ നിന്ന് മാറാതെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ പൊരുതി ജയിക്കാനുള്ള ഒരു കഴിവ്, ഒരു തന്റെ ഇടം, ഒരു ധീരത, അതിനെ സമചിത്തതയോടെ നേരിടാനുള്ള ശേഷി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരവരുടെ വിചാരങ്ങളെ അറിയുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാനുള്ള കഴിവ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിഷമതകളെയും മനസ്സിലാക്കുകയും അവരോട് പരിഗണനയോടെ പെരുമാറാനുമുള്ള കരുതൽ. ഇതൊക്കെയാണ് ഒരു ഇമോഷണൽ ക്വോഷ്യന്റ് ലക്ഷണങ്ങൾ. നമ്മളുടെ പ്രതികരണം, മറ്റുള്ളവരോടുള്ള പ്രതികരണം, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ റിയാക്ഷന് ഒരു സ്വല്പ സമയം കൊടുത്തുകൊണ്ട്, പെട്ടെന്നല്ല ഉള്ള പ്രതികരണം അല്ലാതെ ഒരു സമയം കൊടുത്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്ത് പ്രതികരിക്കുക. അതിനാണ് ബി പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോ ആക്റ്റീവ് അതാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ എന്നുള്ള എല്ലാ ജീവിത ശൈലികളിലും എല്ലാ ജീവിത രീതികളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പെട്ടെന്നുള്ള പ്രതികരണമല്ല, ചിന്തിച്ച് പ്രതികരിക്കുക. ബി പ്രോ ആക്റ്റീവ്. അവിടെ നമ്മൾ മറ്റുള്ളവരോട് സമചിത്തതയോടെ പെരുമാറുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ചൈനീസ് ഫിലോസഫർ കൺഫ്യൂഷ്യസ് പറയുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ പെരുമാറുക. സോ സിമ്പിൾ. അത് തന്നെയാണ് ജീസസ് ക്രൈസ്റ്റും പറയുന്നത്. എന്താണത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒരു വംശത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അവിടെ ശക്തിയുള്ളവരുടെയോ അധിക ബുദ്ധിയുള്ളവരുടെയോ കൂട്ടായ്മ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നവരെന്ന് അറിയുന്നവർ, അതിജീവിക്കുന്നവർ, കരുതലോടെ അതിനോട് ഒത്തുപോകുന്നവർ, അവരുടെ കൂട്ടായ്മ കൂടുതലുള്ളതുകൊണ്ടാണ് ഒരു വംശം നിലനിന്നു പോകുന്നത്. ഇതാണ് സയൻസ് ഓഫ് എവല്യൂഷന്റെ പിതാവ്, പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ചാൾസ് ഡാർവിന്റെ അഭിപ്രായം. ചിലർക്ക് നിസ്സാരമായ കാര്യങ്ങൾ മതി. നിസ്സാരമായ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ ആശാഭംഗങ്ങളോ ഉണ്ടാവുമ്പോൾ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ പലതും ചെയ്തു കൂട്ടുന്നു. അവർക്കും അവരുടെ ചുറ്റുമുള്ളവർക്കും പലതരത്തിലുള്ള ദുരന്താനുഭവങ്ങളും വരുത്തിവെക്കാൻ അവർക്ക് സാധിക്കും. ഇവിടെയാണ് വൈകാരിക സാക്ഷരതയുടെ ആവശ്യം. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാക്കുകയും വേണം. എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം, പ്രോ ആക്റ്റീവ് ആയിരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ പാഠഭാഗം എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പഠന രീതിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതിന്റെ ആവശ്യകത അത്യാവശ്യമാണ്. മഹാത്മജി പറയുന്നത് പോലെ എന്താണ് വിദ്യാഭ്യാസം, എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്? ഹാർട്ട് ഓഫ് ദ എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേറ്റിംഗ് ദ ഹാർട്ട്. വിദ്യാഭ്യാസം എന്നത് ഹൃദയത്തിന്റെ വിദ്യാഭ്യാസമാണ്. അതെ, നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരാണേലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി.
ചെറിയ ചെറിയ പിണക്കങ്ങളെന്നോ ആശാഭംഗങ്ങളെന്നോ പ്രതിസന്ധികളെന്നോ അവിടെയൊക്കെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ കാലിടറി വീഴുന്നത് എന്തുകൊണ്ടാണ്? മാസിഡോണിയയിലെ ഒരു പബ്ലിക് സ്കൂൾ, അവിടെ കുട്ടികളെല്ലാം ഇങ്ങനെ നിരന്നു നിൽക്കുന്നതാണ്. അവരുടെയൊക്കെ കയ്യില് ഒരു ഇരുമ്പ് ചട്ടി, അതിലെ എരിയുന്ന കനലുമുണ്ട്. അപ്പൊ നല്ല ഒരു ചൂടുള്ള സംഭവമാണത്. അത് അവരുടെ ഒരു പരീക്ഷണ ഘട്ടമാണ്. അവരൊരു കോഴ്സ് പൂർത്തിയാക്കി പോകുന്നതിന് മുമ്പായി അവർ അഭിമുഖീകരിക്കേണ്ടെന്ന ഒരു പരീക്ഷണം. നിശ്ചിത സമയം ഈ ചൂട് സഹിച്ച് അസ്വസ്ഥരാകാതെ പിന്മാറാതെ കഴിയുക. അപ്പം അവിടുത്തെ രാജാവ് ഫിലിപ്പ് രണ്ടാമനും അദ്ദേഹത്തിന്റെ പത്നിയും ഇത് വീക്ഷിക്കുന്നതിനായി അവിടെ എത്തിയിരുന്നു. അവിടെ എത്താനൊരു കാരണമുണ്ട്. അവരുടെ മകൻ അലക്സാണ്ടർ, അവനും ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നഗ്നപാതനായി വെയിലും കൊണ്ട് ചൂടും സഹിച്ചു നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ രാജ്ഞിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കനൽ തെറിച്ചു വന്ന് അവന്റെ ശരീരത്തിലേക്ക് വീണു. പക്ഷെ അവൻ ഞെട്ടുക പോലും ചെയ്തില്ല. ഇത് കണ്ടപ്പോൾ രാജ്ഞിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവർ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു, നിർത്തുന്നു പറയാൻ. പക്ഷെ അപ്പോഴേക്കും രാജാവ് അവരെ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ ശക്തനാകാൻ വേണ്ടിയിട്ട് പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ അവൻ എങ്ങനെ തരണം ചെയ്യുന്നു, അതാണ് അവനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ വിൽ പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ചെറുപ്രായത്തിൽ തന്നെ കഠിനമായ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച ആ ബാലനാണ് പിന്നീട് നമ്മൾ അറിയുന്ന പ്രസിദ്ധനായ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ചെറുപ്പത്തിലെ തന്നെ ഈ വക പരിശീലനങ്ങൾ സാധിച്ചതുകൊണ്ടാണ് അവൻ ധീരനായ മഹത്വമുള്ള വ്യക്തിയായി ലോക ചരിത്രത്തിൽ ഇടം തേടിയത്. അതാണ് പറയുന്നത്, തീ കുരുത്തത് വെയിലത്ത് വാടില്ല, നമ്മൾ കേട്ടിട്ടും. അപ്പോൾ ബി പ്രോആക്റ്റീവ്. നിന്റെ ജയപരാജയങ്ങളുടെ ഉത്തരവാദിത്വം നിനക്കുള്ളത് തന്നെയാണ്. നിന്റെ വിചാരങ്ങളെ അറിയുക, അവയെ നിയന്ത്രിക്കുക, മറ്റുള്ളവരോടും കരുതലോടും കരുണയോടും പെരുമാറുക. ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാകണം നിന്റെ ജീവിത മോട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സംഘർഷങ്ങൾക്കും നമ്മൾ എന്തെല്ലാമാണ് കാണുന്നതും കേൾക്കുന്നതും, അല്ലേ? അപ്പോൾ അതിൽ നിന്നല്ല, എല്ലാ സംഘർഷങ്ങളിൽ നിന്നും പിന്മാറി, അത് വ്യക്തിപരമായാലും സാമ്പത്തികമായാലും വർഗീയമായാലും അതിൽ നിന്നെല്ലാം പിന്തിരിയാൻ, മാറി നിൽക്കാൻ മനുഷ്യവംശത്തിന് സാധിക്കും വൈകാരിക പക്വതയിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ലോകത്തെ സമാധാനം നിലനിൽക്കട്ടെ. ലോക സമസ്ത സുഖിനം ഭവന്തു.